വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 12 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. സദാ ജാഗരൂകരായ ഭൃത്യന്മാർ, നിങ്ങൾ അരമുറുക്കിയും വിളക്കു കത്തിച്ചും ഇരിക്കുവിൻ. തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കാൻ അവന്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. അവൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. ഇത് അറിഞ്ഞുകൊള്ളുവിൻ, കള്ളൻ ഏത് മണിക്കൂറിൽ വരുമെന്ന് ഗൃഹനായകൻ അറിഞ്ഞിരുന്നെങ്കിൽ തന്റെ വീട് കുത്തി തുറക്കാൻ അനുവദിക്കുമായിരുന്നില്ല. നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ, എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. മരണം ഏറ്റവും മൂല്യവത്തായ ഒരു മാനുഷിക പ്രവർത്തനം. ദൈവശാസ്ത്രപരമായി മനുഷ്യപുത്രന്റെ ആഗമനവും അതിനോടനുബന്ധിച്ച് മനുഷ്യൻ പുലർത്തേണ്ട ജാഗരൂകതയെത്തിയാണ് ഇന്നത്തെ സുവിശേഷം പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് എന്ന് വരികിലും, പ്രായോഗികമായിട്ട് മനുഷ്യൻ അഭിമുഖീകരിക്കാൻ ഇടവരുന്ന മരണത്തെ സംബന്ധിച്ചുള്ള ചില ചിന്തകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒന്നാണ് ഇന്നത്തെ സുവിശേഷം എന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല. മണ്ണിലെ മനുഷ്യൻ, അവൻ ആര് തന്നെയായാലും മരണത്തിന് വിധേയനാകണം എന്നുള്ളത് അനിഷേധ്യമായൊരു സത്യമാണ്. ഈ സത്യത്തെ മനുഷ്യൻ എപ്പോൾ എങ്ങനെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നതിനെ സംബന്ധിച്ച് ഒരു വിധത്തിലും പ്രവചന വിധേയമല്ല. ഒരു വ്യക്തിക്കും തന്റെ മരണത്തെ സംബന്ധിച്ചുള്ള മുൻകൂട്ടി അറിവ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് സുവിശേഷത്തിൽ നിന്ന് നാം പഠിച്ചെടുക്കേണ്ട ഒന്നാമത്തെ യാഥാർത്ഥ്യം. എന്നാൽ അനിവാര്യമായ രീതിയിൽ എല്ലാ മനുഷ്യരും അഭിമുഖീകരിക്കേണ്ട മരണമാകുന്ന യാഥാർത്ഥ്യം, അത് എപ്പോൾ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും എന്നുള്ളത് ആർക്കും അറിവില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന് കരണീയമായിട്ടുള്ളത് ഈ അനിവാര്യതയെ, മരണമാകുന്ന ഈ അനിവാര്യ സംഭവത്തെ അഭിമുഖീകരിക്കാൻ തക്കതായിട്ടുള്ള രീതിയിൽ സദാ ജാഗരൂകതയോടുകൂടെ വർത്തിക്കാൻ ഇടവരിക എന്നുള്ളതാണ്. അതാണ് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചുള്ള യുക്തിയും ബുദ്ധിയും അവന് നിർദ്ദേശിച്ചു കൊടുക്കേണ്ടത്. ഇത്തരത്തിൽ ഒരുക്കത്തോടുകൂടെ വ്യാപരിക്കുന്ന ഒരു മനുഷ്യനെ മരണമാകുന്ന ആ പ്രക്രിയ നേരിടുമ്പോൾ ഒരു വിധത്തിലും ഭയാനകത്വമോ ആകുല ചിന്തയ്ക്കോ സ്ഥാനമുണ്ടാകുകയില്ല. എന്ന് തന്നെയല്ല, ജീവിതത്തിൽ ഏറ്റവും മൂല്യവത്തായ ഒരു മാനുഷിക പ്രവർത്തനം എന്ന രീതിയിൽ അതിനെ നോക്കിക്കാണാനും അതിനെ അഭിമുഖീകരിക്കാനും മനുഷ്യൻ പ്രാപ്തനാകുന്നു. ഈ മാനുഷിക പ്രവർത്തനം അവന്റെ നിത്യജീവിതത്തിലേക്കുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ആരംഭം കുറിക്കാനും ഉതകും എന്നുള്ള സത്യം നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടെ ഉദ്ദേശിച്ച ഒരു സുവിശേഷ ഭാഗമാണ് ഇന്നത്തേത് എന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല.